സോ ഗൈസ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡിഫൻഡർ കാർസ്. ഓക്കെ, ഡിഫൻഡർ കാർ നമുക്കറിയാം, എല്ലാവർക്കും അറിയാൻ മതി, ഒരു ലക്ഷറി ഫീൽ തരുന്ന ഒരു കാറാണ്. അതിന് അതിൻ്റെതായ ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ട്. ഡിഫൻഡറായിട്ട് തന്നെ ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഒരു വണ്ടി ഭ്രാന്തന്മാർക്കും ഇഷ്ടമുള്ളൊരു വണ്ടി തന്നെ ആയിരിക്കും ഡിഫൻഡർ. അപ്പോൾ ഡിഫൻഡറെ കുറിച്ച് പ്രത്യേകത നമ്മൾ എന്തായാലും നോക്കാം. എന്ന് വെച്ചാൽ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലക്ഷറി കാർസ് വിറ്റ് പോയതിൽ വലിയൊരു പങ്ക് ഈ ഡിഫൻഡറിനുണ്ട്. ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത് പോയ വണ്ടികളിൽ ഒന്നാണ് ഈ ഡിഫൻഡർ. ഏകദേശം 4 ലക്ഷത്തോളം വണ്ടികളാണ് ഈ ഇന്ത്യയിൽ, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 4.5 ലക്ഷത്തോളം വണ്ടികൾ ഇന്ത്യയിൽ തന്നെ സെയിലായി പോയിട്ടുണ്ട്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 70 അല്ലെങ്കിൽ ഒരു 80,000 വണ്ടികൾ കേരളത്തിൽ തന്നെ സെയിലായി പോയിട്ടുണ്ട്. അതിൽ എന്തുകൊണ്ട് ആൾക്കാർ ഡിഫൻഡർ ചൂസ് ചെയ്യുന്നത്? അതിൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ റോഡ് പ്രസൻസ് ആണ്. അത് വരുമ്പോൾ തന്നെ നമുക്ക്, അതായത് ഇപ്പോൾ നമ്മൾ റോഡിലൂടെ പോവുകയാണെങ്കിൽ, വണ്ടി എടുത്ത് നമ്മളൊരു ബൈക്ക് എടുത്ത് പോകുമ്പോൾ ഡിഫൻഡറും കൂടി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യും. എന്താ വെച്ചാൽ ഒരു ലക്ഷറി നമുക്ക് ഫീൽ ചെയ്യും. ഒന്നാമത്തെ കാര്യം അതാണ്, അതിൻ്റെ റോഡ് പ്രസൻസ്. ആൾക്കാരൊന്ന് നോക്കിപ്പോകും. ഒന്നാമത്തെ കാര്യം അത്. ഒരു ലക്ഷറി വണ്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇങ്ങനെ നോക്കിപ്പോകും. നമുക്കറിയാം, നമ്മൾ തന്നെ കുറേ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ടാകും. രണ്ടാമത്തെ കാര്യം പ്ലസ് ഓഫ് റോഡാണ്. ലക്ഷറി പ്ലസ് ഓഫ് റോഡാണ്. അതിൻ്റെ റോഡ് പ്രസൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും ലക്ഷറി പ്ലസ് ഓഫ് റോഡാണ് ആ വണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഓഫ് റോഡ്, ഒരു വണ്ടിപ്രാന്തന്മാർ ഓഫ് റോഡൊക്കെ നടത്തുന്ന വണ്ടിപ്രാന്തന്മാരാണെങ്കിൽ കുറച്ചുകൂടി ആൾക്കാർ എടുക്കാൻ ചൂസ് ചെയ്യുക, അവൻ്റെ ലിസ്റ്റിൽ ഒന്നാമത് ഉണ്ടാവുന്ന കാറ് മിക്കവാറും അത് ഡിഫൻഡർ തന്നെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കസ്റ്റമൈഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിന് നമുക്ക് വേറെ തന്നെ ലുക്ക് കിട്ടും. അതായത് നമുക്ക് ഇന്റീരിയർ ചെയ്യാൻ പറ്റും, പുറത്ത് ചെയ്യാൻ പറ്റും, പുറംഭാഗം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് വേറെ ഒരു വെറൈറ്റി നമുക്ക് ലുക്ക് കിട്ടും. ഒരു ലക്ഷറി ഫീൽ പിന്നെയും നമുക്ക് അതിൽ തന്നെ കിട്ടും. അതൊക്കെ തന്നെയാണ് ഇതിന് കുറച്ചുകൂടി ആൾക്കാർ ഇതെടുക്കാൻ കുറച്ചുകൂടി കാരണം വരുന്നത്. പിന്നെയും ഇതിൽ നെഗറ്റീവ് വശം വേറെയും വരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ്റെനൻസ്. എന്തെങ്കിലും ഒരു തട്ടോ മുട്ടലോ അല്ലെങ്കിൽ ചെറിയൊരു വര വീണുണ്ടെങ്കിൽ നമുക്ക് അതിൽ വരുന്നത് ലക്ഷങ്ങളാണ്. എന്തെങ്കിലും ഒരു ഒരു സൈഡ് ഭാഗം ചതഞ്ഞു പോയി വിചാരിക്കുക, അതിൽ നമ്മൾ മെയിൻ്റെനൻസ് വരുന്നത് ലക്ഷങ്ങളാണ്. പിന്നെ വേറെന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസിൽ യൂസ് ചെയ്യുന്ന വണ്ടി ഡിഫൻഡറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, സെലിബ്രിറ്റി അല്ലാത്ത ഒരാളാണെങ്കിൽ കൂടി അവൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അവൻ മിക്കവാറും ചൂസ് ചെയ്യുക ഡിഫൻഡർ ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് പ്ലസ് പോയിന്റ്സും ഈ ഒരു കാറിൽ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഞാൻ ആദ്യമായിട്ട് ഡിഫൻഡർ കാണുന്ന ഏത് സെലിബ്രിറ്റി എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് മമ്മൂക്ക എടുത്തപ്പോഴാണ്. മമ്മൂക്കൻ്റെ ഒരു നീല ഡിഫൻഡർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതെടുത്തപ്പോഴാണ് ഞാൻ ഈ ഡിഫൻഡർ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. പഴയ മോഡൽസ് അല്ല, ഇപ്പോൾ ഇറങ്ങുന്ന ഈ 2023, 26 ഇതിൻ്റെ ഇടയിൽ വരുന്ന ഫസ്റ്റ് ഡിഫൻഡർ ഞാൻ കണ്ടത് മമ്മൂക്കൻ്റെയാണ്. അപ്പോൾ ആ ഒരു നീല ഡിഫൻഡർ, അപ്പോൾ ഇത് ഏതാ കാറ് ഞാൻ തന്നെ അന്തം. പിന്നെയാണ് മനസ്സിലായത് ഡിഫൻഡറാണ്. പിന്നെ ഇങ്ങനത്തെ ലക്ഷറി ഫീലാണ്. പിന്നെ അങ്ങനെ ഡിഫൻഡർ വരാൻ അങ്ങനെ ഇത് കേരളത്തിൽ കുറേ വണ്ടികൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ബ്ലാക്ക് വന്നു, കസ്റ്റം ചെയ്ത യെല്ലോ ഡിഫൻഡർ വന്നു, അതുമാതിരി തന്നെ പല നിറത്തിലും വന്നു. പച്ച വന്നു, വെള്ള വന്നു. പിന്നെ സെലിബ്രിറ്റീസിന് അങ്ങനെ സാധനം ഇങ്ങനെ വാങ്ങാനും തുടങ്ങി. അപ്പോൾ എനിക്ക് മൈൻഡിൽ തോന്നി, അപ്പോൾ ഇതൊരു എന്താ പറയുക, റോഡ് പ്രസൻസും ലക്ഷറി ഫീലും തരുന്ന ഒരു വണ്ടിയാണ്. അപ്പം തന്നെ എനിക്ക് ഓടി, അപ്പം മറ്റുള്ളവർക്കും ഇതുമാതിരി തന്നെ ഓടി. അപ്പോൾ പൈസ ഉള്ളവനാണെങ്കിൽ ഈ സാധനം വാങ്ങി. അങ്ങനെയാണ് ഈ ഡിഫൻഡറിൻ്റെ ഒരു ഒരു മേജർ സംഭവം വരുന്നത്. ഓക്കെ, ക്യാഷ് ഉള്ളവനാണെങ്കിൽ, അതായത് ഞാൻ പറയട്ടെ, അത്യാവശ്യം ഒരു കാറ് വാങ്ങാൻ നിൽക്കുന്നവനാണെങ്കിൽ അവന് ചിലപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കും. അപ്പോൾ അവന് 4 ആളെ അറിയും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അവൻ മിക്കവാറും ചൂസ് ചെയ്യുന്ന വണ്ടി ഡിഫൻഡർ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അവനറിയാം ഡിഫൻഡറിൻ്റെ വാല്യൂ, അതുമാതിരി തന്നെ ഡിഫൻഡറിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ റോഡ് പ്രസൻസ് കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ ആണെങ്കിൽ അവൻ ചൂസ് ചെയ്യുക എന്തായാലും ഡിഫൻഡറിനായിരിക്കും. ഡിഫൻഡറിന് ഞാൻ പറഞ്ഞില്ല, അതിൻ്റേതായ ഒരു ഫാൻ ബേസ് ഉണ്ട്. ലക്ഷറി പ്ലസ് ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഓഫ് റോഡ് ഭ്രാന്തന്മാർ തന്നെ അതിൽ കുറേ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഡിഫൻഡറിൽ വരുന്നത്. നിങ്ങൾക്ക് ഡിഫൻഡർ കാർ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടുതൽ വണ്ടി വീഡിയോസൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ബൈ.